കേന്ദ്ര സർക്കാർ ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോ പിന്നെ ഓലറിയാതെ ഇടപെടാൻ തന്നെ പാടുണ്ടോ അയാള്? സർക്കാരിന്റെ മുഖവിലക്കെടുക്കണ്ടേ? അതുകൊണ്ടാണ് പിന്നീട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദ്യോഗിക വക്താവ് പത്രസമ്മേളനം നടത്തിയപ്പോ അയാൾ പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം തന്നെ അവിടെ ഉണ്ടായിട്ടില്ല, ഒരു ഇടപെടൽ നടന്നിട്ടില്ല, ഞങ്ങളിപ്പോഴും ഇടപെടൽ തുടരുകയാണ്, അതിൻ്റെതായ വഴികളുണ്ട്. എന്നിട്ട് എല്ലാവരും കൂടി എഴുതി കൊടുത്തൊരു അഭിഭാഷകനൊക്കെ ഏർപ്പാട് ചെയ്ത് രണ്ടാൾക്കാർ പ്രത്യേകം മർക്കസ് നമ്മളെ മറ്റേ ആമിതൊക്കെ ഉണ്ടായില്ലേ, ഓൽക്കൊക്കെ യമൻക്കൊന്ന് പോകാൻ പൂതി എല്ലാവർക്കും ഉണ്ടാവൂലേ, അങ്ങനെ ഓല എഴുതി കൊടുത്തെന്ത് ഞങ്ങളും കൂടി കൊണ്ടുപോയാൽ മതി, കേന്ദ്രത്തിനോടൊന്ന് പറഞ്ഞേക്ക്. കോടതി പറഞ്ഞു അത് അങ്ങനെ പറയാൻ പറ്റൂല, ഓല തീരുമാനമാണ്, നിങ്ങൾ ഓലോട് ചോദിച്ചു നോക്കി വേണമെങ്കിൽ പോകാൻ. കേന്ദ്രം പറഞ്ഞു നിങ്ങളിപ്പാടെ വന്നുകൊണ്ട് പ്രത്യേകം കാര്യമൊന്നുമില്ല, ചെലവ് കൂടുന്നില്ലാതെ, അതുകൊണ്ട് ഇവിടെ ഇരുന്നോളി, ഞങ്ങൾ വേണ്ട രൂപത്തിലേക്ക് കൈകാര്യം ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ഭരിക്കുന്നത് ഹൂത്തികളാണ്, ഓലേറ്റ് ബന്ധമുള്ളത് ഇറാനെയാണ്, ഒക്കെ ഞങ്ങൾ നയതന്ത്ര തലത്തിൽ ബന്ധം സ്ഥാപിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളെ മാതിരി ഞങ്ങൾ അന്തല്ലാത്ത ടീമല്ല, എല്ലാം ഇങ്ങനെ വിളിച്ചു പറയലല്ല, അത് പൂർത്തിയായിട്ട് ഞങ്ങൾ പറയും. എന്ത് പൊട്ടത്തരാലി ചെയ്യുന്നുണ്ട്, ഈ സംഭവം വന്നൊരു പത്രസമ്മേളനം നടത്തുക. പിന്നെ ആരോ പറഞ്ഞു കൊടുത്തിന് ഇവർക്ക് ഇത് കേന്ദ്രം നടത്തുന്ന സംഭവമാണ്, അപ്പൊ അതിൻ്റെ ഒപ്പം കൂടാനല്ലേ പറ്റുക. അതിൽ പിന്നെ ഇപ്പൊ പറയാം എന്നാ രണ്ടാളെ വെച്ച് ഞങ്ങൾ പോയിക്കോട്ടെ. അപ്പൊ കേന്ദ്ര സർക്കാർ നിങ്ങൾ തൽക്കാലം മർക്കസ് തന്നെ ഇരുന്നാൽ മാന്തി ഇരുന്നോളൂ, ഞങ്ങൾ ശരിയാക്കിക്കോളാം. ഇപ്പൊ അങ്ങനെ ഇപ്പൊ സംഗതി എത്തിയുള്ളത്. ചർച്ച നടത്തുന്നുണ്ട് എന്ന് പറയും, ഉമർ ഹഫീദിനെ വിളിക്കാമല്ലോ, അതിന് കുഴപ്പമൊന്നുമില്ല, പൈസ ഉണ്ടെങ്കിൽ ഫോണിൽ ആർക്കും ഉമർ ഹഫീദിനെ വിളിക്കാം. മുമ്പ് രണ്ട് മുത്താലിമിനെ തൽക്കാലം പറഞ്ഞയച്ചിട്ട് അതുപോലെ അതേപോലെ ഇങ്ങോട്ട് പോന്നും ചെയ്തു. എന്ത് നോക്കി നിങ്ങൾ കള്ളത്തരന്നിട്ട് ആ 14 എന്നുള്ള ഡേറ്റ് 15 ആക്കി കൂടായിരുന്നോ ചങ്ങാതിമാരെ? ഇന്ന് എനിക്ക് കിട്ടിയ ലെറ്റർ തന്നെ എഫിൽ ഇടുമ്പോ ഇന്ന് എന്നുള്ള ഡേറ്റ് 15 ആണെങ്കിൽ ആ 15 ആക്കി കൂടെ നിങ്ങൾക്ക്? ഇന്നലെ തന്നെ ആണെങ്കിൽ ഇന്നലെ നിങ്ങളെ നിർണായക ചർച്ച അടക്കണ ഇസ, അതിന് മുമ്പ് തന്നെ അത് പാസ്സായി പോയിട്ടുണ്ട്. ഇതല്ലേ നിങ്ങളെ സാഹചര്യം? എന്നിട്ട് പിന്നെ അവിടെ കൊല്ലപ്പെട്ട സഹോദരന്റെ വക ഒരു പോസ്റ്റും, ആ പോസ്റ്റ് മലയാളികൾക്ക് തിരിയാൻ വേണ്ടി ഇപ്പൊ മൂപ്പര് മലയാളത്തിൽ തന്നെ പോസ്റ്റ് ഇടുന്നത്. നിങ്ങൾ കണ്ടില്ല ആ പോസ്റ്റ്? 25ാമത്തെ ആന്ന് വെച്ചുകൊടുക്കുക, ആ പോസ്റ്റ് കാണാം. അതിന്റെ മലയാളത്തിൽ തന്നെ കൊല്ലപ്പെട്ട സഹോദരന്റെ പോസ്റ്റ്. ഞങ്ങൾ അത് മലയാളം ട്രാൻസ്ലേഷൻ ഇപ്പൊ കിട്ടും, ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ ആ സാധനം മലയാളത്തിൽ വരും, ആർക്ക് ഏത് ഭാഷയിലും പോസ്റ്റ് ഇടാം. ഞങ്ങൾ കുടുംബം ഇതുവരെ ആരെയും കണ്ടിട്ടില്ല, ആരുമായി പോലും സംസാരിച്ചിട്ടില്ല, വിളിച്ചിട്ടുമില്ല. ഇന്ന് വരെ നമുക്ക് മാധ്യമങ്ങളിലൂടെ മാത്രമേ അറിയാവുന്നതായും ഇതെല്ലാം തെറ്റായ വാർത്തകളും പച്ച കള്ളങ്ങളും മാത്രമാണെന്നും വ്യക്തമാക്കുന്നു. ഞങ്ങളുടെ നിലപാട് ഇപ്പോഴും അതേപോലെയാണ്. ഞങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ശിക്ഷയുടെ നടപ്പാക്കലാണ്. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ അറിയോ? പൊന്നാര കാന്തപുരം മുതലേ ഞങ്ങളൊന്ന് അടങ്ങി നിൽക്കി. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു ജീവൻ രക്ഷിക്കാനാണ്. അതിനിവിടെ ഗവൺമെന്റ് സിസ്റ്റം ഉണ്ട്, കേന്ദ്ര സർക്കാർ ഉണ്ട്, ഓലത് വിദേശകാര്യ മന്ത്രാലയവും അതൊക്കെ ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങൾ നീക്കിയിട്ട് രക്ഷപ്പെടുത്തിക്കോട്ടെ. നിങ്ങൾ ഇടങ്കോടലില്ലേ, അതിന്റെ ഇടയ്ക്കൊരു ഇടങ്കോലിടുക, അത് ഒഴിവാക്കി നിങ്ങൾക്ക് പേരെടുക്കാൻ വേറെ എന്തൊക്കെ ചെയ്യാം. പണ്ടൊരാൾ പറഞ്ഞിട്ട് പേരെടുക്കാനായി കാബന്റെ അടുത്ത് വന്നിട്ട് അല്ല, അങ്ങനെ ഒരു സംഭവമല്ലേ, ഇത് ചെയ്താൽ പോരെ, ഒരു ജീവൻ വെച്ച് കളിക്കണം നിങ്ങൾ. ഒരാൾ തൂങ്ങിക്കൊല്ലാൻ പോകുമ്പോ അതിന്റെ പേരിൽ ഷോ കാണിക്കുക, എന്നിട്ട് ചാനലേറി MLA പോകുന്നുണ്ടോ? അപ്പൊ ഇത് വളരെ വ്യക്തമാണ് കാര്യം. നിങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, ഇല്ല ഞങ്ങൾ പറയണില്ല. അവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഒരു മൊയിലേരിട്ടി പോയിട്ടുണ്ട്, പോയ അതേ വണ്ടിയിൽ തിരിച്ചു വന്നിട്ടുണ്ട്. അതേ സമയത്ത് മാറ്റിവെച്ചത് നിങ്ങളെ ചർച്ച തുടങ്ങുന്നതിന് മുമ്പാ, അത് നിങ്ങൾക്ക് ഓർമ്മയില്ലാതായി. എന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് പറയാ ഇപ്പൊ കണ്ടിയിലെ ഞങ്ങളെ ഉസ്താദിന്റെ വലിപ്പം, നല്ല വലിപ്പം ഞങ്ങൾക്ക് മനസ്സിലായി, ഒരു ബുദ്ധിയില്ലാത്ത സംസാരമാണ് 2 പത്രസമ്മേളനത്തിൽ നടത്തിയത്. അതാ ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എന്ത് പറയുന്നു ഞങ്ങൾ തീരുമാനിക്കുമെന്നറിയില്ല നിങ്ങള്. അതാണ് ഭൗതികപരമായി നിങ്ങൾക്ക് വിവരമില്ല, മതപരമായും വിവരമില്ല എന്ന് ലോകർക്ക് മുമ്പിൽ വെളിവായില്ലപ്പോ. ഇവിടെ കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്ന സംഭവത്തിൽ ഇയാളെങ്ങനെ ഒറ്റക്ക് പോലാണ്ട്? അപ്പൊ അതിൽ ഇത്ര അന്തള്ളൂ എന്നല്ലേ മനസ്സിലാക്കണ്ടി. ഇനി അവിടെ ഒന്നുകൂടി ഞങ്ങൾ പറയാ, മതപരമായിട്ടോ 1-2 ചോദ്യം കൂടി ചോദിക്കാണ്ട് നിങ്ങൾക്ക്. മതപരമായി